വെൽക്കം ടു PB സ്പോർട്സ്. T20 വേൾഡ് കപ്പ് ഫൈനലിൽ ഇന്ന് ഇന്ത്യ സൗത്ത് ആഫ്രിക്ക ക്ലാസിക് പോരാട്ടം നടക്കാൻ പോവുകയാണ്. കഴിഞ്ഞ വർഷം ഏകദിന ലോകകപ്പിൽ ഫൈനലിൽ എത്തിയ ശേഷം തുടർച്ചയായ ഫൈനലാണിത്. ഏകദിന ലോകകപ്പ് ഫൈനലിൽ ഇന്ത്യ ഓസ്ട്രേലിയയോട് പരാജയപ്പെടുകയാണുണ്ടായത്. സാധാരണ ഇതുപോലുള്ള വലിയ ടൂർണമെൻറ്റുകളിൽ ഇന്ത്യയെ പരാജയപ്പെടുത്താറുള്ള ഓസ്ട്രേലിയ, ഇംഗ്ലണ്ട് ടീമുകളെ പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ ഫൈനലിൽ എത്തിയത്. സൗത്ത് ആഫ്രിക്കയും ശക്തരായ ഇംഗ്ലണ്ടിനെയും വെസ്റ്റ് ഇൻഡീസിനെയും ഗ്രൂപ്പ് ഘട്ടത്തിൽ പരാജയപ്പെടുത്തിയാണ് ഫൈനലിൽ കളിക്കുവാൻ യോഗ്യത നേടിയത്. രണ്ട് ടീമും ശക്തരാണെങ്കിലും ഇന്ത്യക്കാണ് മുൻതൂക്കം. ബാറ്റിങ്ങിലും ബോളിങ്ങിലും ഇന്ത്യ ശക്തരാണ്. രോഹിത് ശർമ്മയും സൂര്യകുമാറും മികച്ച ഫോമിലേക്ക് വന്നു കഴിഞ്ഞു. ബൗളിങ്ങിൽ കുൽദീപും അക്സർ പട്ടേലും മികച്ച സ്പിൻ ബോളിംഗ് കാഴ്ചവെക്കുന്നുണ്ട്. കോഹ്ലിയുടെയും പന്തിൻ്റെയും ശിവൻ ദുബെയുടെയും സ്ഥിരതയില്ലായ്മയാണ് ബലഹീനതയായിട്ട് പറയാനുള്ളത്. ഇന്ത്യ സൗത്ത് ആഫ്രിക്ക T20 മത്സരങ്ങളുടെ കണക്കുകൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യക്ക് നേരിയ മുൻതൂക്കമുണ്ട്. 26 മത്സരങ്ങളിൽ 14 ഇന്ത്യയും 11 സൗത്ത് ആഫ്രിക്കയും വിജയിച്ചു. ഒരു മത്സരം ഉപേക്ഷിച്ചു. അവസാനം കളിച്ച 5 മത്സരങ്ങൾ നോക്കുകയാണെങ്കിൽ സൗത്ത് ആഫ്രിക്ക 3-ലും ഇന്ത്യ 2-ലുമാണ് വിജയിച്ചിരിക്കുന്നത്. എന്തൊക്കെ കണക്കുകളുണ്ടെങ്കിലും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന ടീം വിജയിക്കും. ധോണിക്ക് ശേഷം രണ്ടാം T20 കിരീടം നേടാൻ രോഹിത്തിനും സംഘത്തിനും കഴിയട്ടെ. ഇന്ത്യൻ ടീമിന് വിജയാശംസകൾ നേരുന്നു. അതോടൊപ്പം ആവേശകരമായ ഒരു ഫൈനൽ മത്സരം പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.